നമ്മൾ ഫ്രണ്ട്സ് ഫാമിലീസ് ഒന്ന് ഒരുമിച്ച് കൂടുന്ന ടൈമിൽ ഒക്കെ ആദ്യം കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് മിക്കവാറും ചെയ്യാറുള്ള ഒരു കാര്യമാണ് നമ്മുടെ നാടിനെ കുറിച്ച്, ജോലിയെ കുറിച്ച്, പൊളിറ്റിക്സ്, കാലാവസ്ഥ, ട്രാഫിക്, സാധനങ്ങളുടെ വിലക്കയറ്റം, അങ്ങനെ തൊട്ട് തൊട്ട് ചിലപ്പോൾ ട്രംപിന്റെ അവിടെ വരെയും പോയി എത്തും നമ്മുടെ കുറ്റം പറച്ചിലുകൾ. പലരുടെയും വ്യൂ പോയിന്റ്സ് വ്യത്യസ്തമാണെങ്കിലും കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ: നമ്മുടെ നാടൊക്കെ എപ്പോൾ നന്നാവാനാണ്, എവിടെ തിരിഞ്ഞാലും പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന്. ഇത് ഇങ്ങനെയുള്ള ഗെറ്റ് ടുഗദർ ടൈമിൽ മാത്രമല്ല, ഡെയിലി വരുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകളിലെ മെസ്സേജസ്, ഫേസ്ബുക്ക് ഫീഡ്സ് എല്ലാം ഇതുപോലെയാണ്. നമുക്ക് പുരോഗമനം എന്നൊരു സംഭവം ഒന്നുമില്ല, ഫുള്ള് അധപതനം മാത്രമാണ് എന്നൊക്കെ. ബട്ട് ആക്ച്വലി ഇത് സത്യമാണോ? ഇങ്ങനെ വരുന്ന ഡിസ്കഷൻസിലൊക്കെ ആരെങ്കിലും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് ഒക്കെ എടുത്തു വെച്ച് നോക്കാറുണ്ടോ? ആർ വി സ്റ്റിൽ ഇൻ എ ബാഡ് സിറ്റുവേഷൻ? ഇതിലൊക്കെ ക്ലാരിറ്റി കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു ബുക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഹായ് എവരിവൺ, ദിസ് ഇസ് അന്നപൂർണി ആൻഡ് ഇത് പുസ്തകം പരിചയപ്പെടുത്തൽ എന്ന വീഡിയോ സീരീസിന്റെ സെക്കൻഡ് എപ്പിസോഡാണ്. ബുക്സിനെ കുറിച്ച് വീഡിയോസ് ചെയ്യുന്ന ചാനലാണ്. സോ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ പുസ്തകം പരിചയപ്പെടുത്തൽ എപ്പിസോഡ് 2-ലെ ബുക്കാണ് ഫാറ്റ്ഫുൾനെസ് ബൈ ഹാൻസ് റോസ്ലിംഗ്. ഒരുപാട് ഡീറ്റെയിൽഡ് അല്ലാതെ ഹൈ ലെവലായിട്ട് ഈ ബുക്കിലുള്ള കണ്ടന്റിനെ കുറിച്ച് ഞാൻ ഷെയർ ചെയ്യാം. അതുപോലെ എല്ലാവരും എന്തുകൊണ്ട് ഈ ബുക്ക് മസ്റ്റ് ആയിട്ടും വായിച്ചിരിക്കേണ്ടതാണ് എന്നും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ആദ്യം നമുക്ക് ഒരു ചെറിയ എക്സാമ്പിളിലൂടെ ബുക്കിലോട്ട് കിടക്കാം. നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ്, അവരുടെ ലൈഫ് സ്റ്റൈൽ, അവർ യൂസ് ചെയ്തിരുന്ന ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്സ്, അവർക്ക് ആക്സസിബിൾ ആയിരുന്ന വിദ്യാഭ്യാസ സാഹചര്യങ്ങള്, ജോലി, ഒന്നും വേണ്ട ബേസിക് നീഡ്സ് ആയ വെള്ളം, ഭക്ഷണമൊക്കെ ലഭിച്ചിരുന്നത്, കുക്ക് ചെയ്തിരുന്നത്, വീട്, ടോയ്ലറ്റ്, ഇതൊക്കെ എങ്ങനെയായിരുന്നു? ഇനി ഇതേ കാര്യങ്ങൾ നമ്മുടെ പാരന്റ്സിന്റെ ടൈമിൽ എങ്ങനെയായിരുന്നു? അതുപോലെ നമ്മുടെ ടൈമിലും നമ്മുടെ കുട്ടികളുടെ ടൈമിലും ഇതൊക്കെ എങ്ങനെയായിരുന്നു? ഇങ്ങനെ ജനറേഷൻസ് മാറും തോറും നമുക്ക് ഡെവലപ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. അതല്ലാതെ നമ്മൾ ഇപ്പോഴും നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സിന്റെ ജീവിത സാഹചര്യങ്ങളിലൂടെ അല്ല പോകുന്നത്, അല്ലെ? ബട്ട് ഇങ്ങനെ ചിന്തിച്ച് നോക്കാനായിട്ട് നമ്മൾ മെനക്കെടാറില്ല. മറിച്ച് ഇന്ത്യയിൽ ഇപ്പോൾ എന്താ ഉള്ളത്? അമേരിക്കയെ നോക്ക്, കാനഡയെ നോക്ക്, സിംഗപ്പൂരിനെ നോക്ക് എന്നൊക്കെ പറഞ്ഞ് മറ്റ് രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് ഫ്രസ്ട്രേറ്റ് ആവുന്നു. നമ്മൾ ഇങ്ങനെ നല്ലതാണെന്ന് വിചാരിക്കുന്ന ഡെവലപ്ഡ് രാജ്യങ്ങളിലും വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഇപ്പോൾ കാണുന്ന വികസനങ്ങൾ ഇല്ലായിരുന്നു. ദ മെയിൻ പോയിന്റ് ഹിയർ ഇസ്, നമ്മൾ മനസ്സിൽ കരുതുന്നതിനേക്കാളും ഒരു ബെറ്റർ പ്ലേസിൽ തന്നെയാണ് ലോകമുള്ളത്. ബട്ട് കറക്റ്റ് ഫാക്ട് എടുത്തു വെച്ച് അനലൈസ് ചെയ്യാതെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ട് വറി ചെയ്തുകൊണ്ടും ഇരുന്നാൽ നമ്മുടെ ഫോക്കസ് ഫുള്ള് അതിലോട്ടാണ് പോവുക. ഫാക്ട്ഫുൾനെസ് എന്ന ഈ ബുക്കിൽ നമ്മുടെ കാഴ്ചപ്പാട് ഇങ്ങനെ വ്യത്യസ്തമായി പോകുന്നതിന് കാരണമായ 10 ഇൻസ്റ്റൻസിനെ കുറിച്ചാണ് ഓഥർ ഷെയർ ചെയ്തിട്ടുള്ളത്. ഒരുപാട് റിസർച്ച് ചെയ്ത് ഡേറ്റ ഒക്കെ കളക്ട് ചെയ്ത് ഒരുമിച്ച് കമ്പൈൽ ചെയ്ത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണ് ഫാക്ട്ഫുൾനെസ്. ഈ ബുക്ക് വായിച്ചാൽ നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ ഒരു വ്യത്യസ്തമായ കണ്ണുകളിലൂടെ കാണാനായിട്ട് പറ്റും. നമുക്ക് നല്ലൊരു പോസിറ്റീവ് ഫീല് കിട്ടും. പല കാര്യങ്ങളും അപ്രീഷിയേറ്റ് ചെയ്ത് ഗ്രേറ്റ്ഫുൾ ആവാനായിട്ട് പറ്റും. ബേസിക്കലി കുറ്റം പറഞ്ഞ മെന്റൽ എനർജി കളയാതെ നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ബുക്കാണ് ഫാക്ട്ഫുൾനെസ്. അതും ഈ 10 ഇൻസ്റ്റൻസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, അതിലൊക്കെ നമുക്ക് എങ്ങനെ ഒരു ക്ലിയർ വിഷൻ വേണം എന്നൊക്കെ നല്ല വ്യക്തമായിട്ട് തന്നെ ഓഥർ ഈ ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു മസ്റ്റ് റീഡ് ആണ്, എല്ലാവരും വായിക്കുക. ബുക്കിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ബുക്കിന്റെ ഡീറ്റെയിൽഡ് സമറി വേണമെങ്കിൽ ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.